ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഒന്ന് നല്ലപോലെ ശ്രദ്ധിക്കുക. നിങ്ങൾ സ്റ്റാഫിന് ലോൺ കൊടുക്കുകയാണ്. നിങ്ങൾ അക്കൗണ്ടന്റ് ആണ്, അപ്പോൾ ഒരു സ്റ്റാഫിന് നിങ്ങൾ ലോൺ കൊടുക്കുകയാണ്. ഈ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ എങ്ങനെയായിരിക്കും റെക്കോർഡ് ചെയ്യുക? ക്യാഷ് ആയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്. ലോൺ കൊടുക്കുന്നത് ക്യാഷ് ആയിട്ടാണ്. ഒരു 10,000 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. ലോണ് കാണിച്ചത് 10,000 ആണ്. ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്തായിരിക്കും വരിക? ഇനി ഡെബിറ്റ് ക്രെഡിറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗ്രൂപ്പ് എന്തായിരിക്കും? സ്റ്റാഫ് ലോണ്. സ്റ്റാഫിന് നമ്മൾ ലോണ് കൊടുക്കുമ്പോൾ അതിന്റെ ഗ്രൂപ്പ് എന്തായിരിക്കും വരിക? ഇതൊന്നും എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ആൻസർ ഞാനിപ്പോ പറയാം. ഇപ്പൊ നിങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക, എന്നിട്ട് ആൻസർ നോക്കുക. അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ ആൻസർ ഇവിടുന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ അവിടെ അറിയിക്കുക കേട്ടോ. ഓക്കെ, ആൻസർ ഇവിടെ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാഫിന് ലോൺ കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് സ്റ്റാഫ് ലോൺ എന്ന് പറഞ്ഞ ഒരു കറണ്ട് അസറ്റ് ആണ്. ആ പൈസ സ്റ്റാഫ് നമുക്ക് ഇങ്ങോട്ടേക്ക് തരാനുണ്ട് എന്നാണ് അതിന്റെ നാച്ചർ. സ്റ്റാഫ് നമുക്ക് എന്ത് ചെയ്യാണ്? പൈസ ഇങ്ങോട്ടേക്ക് തരാനുണ്ട്. അപ്പൊ അതൊരു കറണ്ട് അസറ്റ് ആണ്. അപ്പൊ സ്റ്റാഫ് ലോൺ അസറ്റ് ആണ്. അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് ആയിട്ടാണ് നമ്മൾ പൈസ കൊടുത്തത്. അപ്പൊ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കുറയാണ്. അപ്പൊ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പൊ സ്റ്റാഫ് ലോണിന് ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. സ്റ്റാഫ് ലോണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് അസറ്റ് ആണ് അതിന്റെ ഗ്രൂപ്പ് വരും. അതൊന്ന് മനസ്സിലാക്കി വെക്കണേ എല്ലാവരും. ഇതൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ എൻട്രി ഒക്കെ നിങ്ങൾ പാസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഓക്കെ, ശരി.